നമസ്കാരം, ഞാൻ കനുഗീത. ഇന്ന് ഞാൻ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് ബെൽസ് ആണ്. നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് വളരെ കുറച്ച് സാധനങ്ങളെ നമുക്ക് ആവശ്യവുമുള്ളൂ. ഇത് നമുക്ക് ക്രിസ്മസ് ട്രീയിൽ തൂക്കിയിടാനോ ക്രിസ്മസ് ഗിഫ്റ്റുകളുടെ പുറത്തൊട്ടിച്ച് വയ്ക്കാനോ ഒക്കെ ഉപയോഗിക്കാം. ഇതിന് വളരെ ചെറിയ ഈ ഒരു ബോർഡ് കൊണ്ട് തന്നെ ഒരു 2 ബെല്ലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമുക്കിതിന് വേണ്ടത് ഒരു 3.5 mm ഹുക്കാണ്, പിന്നെ ഒരു സിസേഴ്സും ഇതിനെ തുന്നി ചേർക്കാനായിട്ട് ഒരു നീഡിലും ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമുക്കിതൊരു മാജിക് ലൂപ്പാണ് ഉണ്ടാക്കേണ്ടത്. ഈ മാജിക് ലൂപ്പിനുള്ളിൽ നമ്മൾ 6 സിംഗിൾ ക്രോഷ്യാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഈ ഒരു മാജിക് ലൂപ്പിനെ നമുക്ക് ഫിക്സ് ചെയ്യാം. നമ്മുടെ അഡ്ജസ്റ്റബിൾ മാജിക് ലൂപ്പ് റെഡിയായി. ഇനി ഇതിനുള്ളിലേക്ക് 6 സിംഗിൾ ക്രോഷ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ഒന്നാമത്തെ സിംഗിൾ ക്രോഷ്യ. ഹുക്ക് താഴേക്ക് എടുത്ത് യാണിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ആ ലൂപ്പിലൂടെ യാൺ പുറത്തേക്ക് എടുക്കുന്നതിനെയാണ് ഒരു സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ 6 സിംഗിൾ ക്രോഷ്യ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ ആ അഡ്ജസ്റ്റബിൾ ലൂപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കിതിനെ ഒരു സ്ലിപ്പ് നോട്ട് കൊടുത്തിട്ട് യോജിപ്പിക്കാം. അപ്പോൾ നമുക്കൊരു മാജിക് സർക്കിൾ കിട്ടും. ഈ മാജിക് സർക്കിളിൻ്റെ ഓരോ ചെയിൻ്റെ ഉള്ളിലും 2 സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത റോ ചെയ്യുന്നത്. അങ്ങനെ മൊത്തത്തിൽ 12 റോ ഉണ്ടാവും, 12 സിംഗിൾ ക്രോഷ്യ ഉണ്ടാവും ഈ ഒരു റോയിൽ. ഓരോ ചെയിൻ്റെ ഉള്ളിലേക്കും 2 സിംഗിൾ ക്രോഷ്യ. നമ്മുടെ 12 സിംഗിൾ ക്രോഷ്യ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ലിപ്പ് നോട്ട് കൊടുത്തിട്ട് ഇതിനെ യോജിപ്പിക്കാം. ഇത് സ്ലിപ്പ് നോട്ട് കൊടുക്കാതെ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വേണമെങ്കിലും ചെയിൻ ചെയ്യാം, പക്ഷേ എനിക്ക് ഇതാണ് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇതിനെ ഇനി നമ്മൾ ഒരു ചെയിൻ്റെ ഉള്ളിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് 2 സിംഗിൾ ക്രോഷ്യ അടുത്തതിനകത്ത് 1, അങ്ങനെ 2 1 2 1 എന്നുള്ള ഇൻക്രീസിൽ ഈ റോയിൽ 18 സിംഗിൾ ക്രോഷ്യയാണ് ഉണ്ടായിരിക്കുക. ഈ ഒരു റോ കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ അടുത്ത 5 റോ ഒരേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇതേ ഈ 1 സിംഗിൾ ക്രോഷ്യ ഈച്ച് എന്നുള്ള കണക്കിൽ 5 റോയാണ് നമ്മൾ, അതായത് 18 സിംഗിൾ ക്രോഷ്യയുടെ 5 റോയാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ആദ്യത്തെ 18ൻ്റെ ആദ്യത്തെ റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ 5 റോ ഈ 18 സിംഗിൾ ക്രോഷ്യയുടെ 5 റോയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഓരോ ചെയിൻ്റെ ഉള്ളിലും ഓരോ സിംഗിൾ ക്രോഷ്യ. നമ്മളിതിനകത്ത് ആദ്യത്തേതിൽ ചെയ്തിട്ടുള്ളത് 6 സിംഗിൾ ക്രോഷ്യയാണ്. രണ്ടാമത്തേതിൽ ഓരോ ചെയിൻ്റെ ഉള്ളിലും 2 എണ്ണം വെച്ചിട്ട് 12 സിംഗിൾ ക്രോഷ്യയാണ്. മൂന്നാമത്തേതിൽ 2 1 2 1 ക്രമത്തിൽ 18 സിംഗിൾ ക്രോഷ്യ. അപ്പോൾ 1 2 3, അത് കഴിഞ്ഞാൽ പിന്നെ 5 റോയാണ് നമ്മൾ
18 സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിതിനെ ഒരു സ്ലിപ്പ് നോട്ട് കൊടുത്തിട്ട് യോജിപ്പിക്കും. ഇനി നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ 2 1 2 1 എന്ന ഇൻക്രീസിലുള്ള ഒരു റോയാണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് ആദ്യത്തെ ചെയിൻ്റെ ഉള്ളിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ, അടുത്തതിനകത്ത് 1, അങ്ങനെ 2 1 2 1 എന്ന ക്രമത്തിൽ നമ്മൾ 27 സിംഗിൾ ക്രോഷ്യയാണ് ഈ ഒരു റോയിൽ ഉണ്ടായിരിക്കുക. അതായത് 18 എണ്ണവും പ്ലസ് നമ്മളതിൻ്റെ ഹാഫ് നമ്പേഴ്സ് ഇൻക്രീസും കൂടെ കൊടുക്കുമ്പോൾ 27 നമ്പേഴ്സാണ് ഉണ്ടായിരിക്കുക. ഇനി നമ്മളിതിനെ ഒരു സ്ലിപ്പ് നോട്ട് കൊടുത്ത് യോജിപ്പിച്ചിട്ട് ഇനി വരുന്ന ഓരോ ചെയിൻ്റെ ഉള്ളിലും ഓരോ സിംഗിൾ ക്രോഷ്യ, അതായത് 27 തന്നെയാണ് നെക്സ്റ്റ് റോയിലും ഉണ്ടായിരിക്കുക. അതോടുകൂടി നമ്മളുടെ ഈ ബെല്ലിൻ്റെ വർക്ക് കഴിയും. പിന്നെ നമ്മളുടെ ഫിനിഷിങ് മാത്രമാണ് ബാക്കി ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് റോ ചെയ്യാണ്. ഇനി നമുക്കിതിനൊരു സ്ലിപ്പ് നോട്ട് കൊടുത്തിട്ട് യോജിപ്പിക്കാം. ഇനി ഇതിൻ്റെ ബാക്കി വരുന്ന യാൺ മുറിച്ച് മാറ്റിയിട്ട് നമ്മളുടെ ബ്ലണ്ട് നീഡിൽ കൊണ്ട് ഇതിനെ ഒന്ന് തുന്നിച്ചേർക്കാം. ക്രോഷയുടെ എല്ലാ വർക്കും ചെയ്യുമ്പോൾ നമുക്ക് അത് അഴിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ ബാക്കി വരുന്ന ലൂപ്പിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ തുന്നി ചേർക്കുന്നതാണ് നല്ലത്. കാര്യം ഒരു കെട്ടഴിഞ്ഞു പോയാൽ ബാക്കിയൊക്കെ ഒരൊറ്റ, ഇത് നമുക്കറിയാമല്ലോ, ഒരൊറ്റ യാൺ കൊണ്ടാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒരു കെട്ടഴിഞ്ഞു പോയാൽ നമുക്കത് മുഴുവൻ ഒരു ഒറ്റ യാണായിട്ട് തന്നെ തിരിച്ച് അഴിച്ചെടുക്കാനും പറ്റും. ഇപ്പോൾ നമ്മളിതിനെ ഇതിൻ്റെ അടിയിൽ കൂടെ ഈ നീഡിൽ കോർത്തിട്ട് ഈ ബാക്കി വരുന്ന യാണ് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് തുന്നി പിടിപ്പിക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇതെന്ത് വന്നാലും അഴിഞ്ഞു പോവില്ല. ബാക്കി വരുന്നത് നമുക്ക് മുറിച്ച് മാറ്റാം. ഇനി നമുക്കിതിൽ വേണ്ടത് ഇതിനെ ഹാങ് ചെയ്യാനുള്ള ഒരു കൊളുത്താണ്. ക്രിസ്മസ് ട്രീയിലൊക്കെ നമുക്കിതിനെ ഇങ്ങനെ തൂക്കിയിടാം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് അതേ സെയിം യാൺ തന്നെ എടുത്തിട്ട് അതിൽ ഒരു 20 ചെയിനാണ് നമ്മൾ ചെയ്യുന്നത്. ഈ 20 ചെയിൻ ഇട്ടിട്ട് അതിനെ നമ്മൾ ഈ ബെല്ലിൻ്റെ ഉള്ളിലേക്ക് കെട്ടി പിടിപ്പിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ 20 ചെയിനാണ് ചെയ്യുന്നത്. 20 നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്തിൽ എടുക്കാം. നമ്മളിതിനെ ഈ ബെല്ലിൻ്റെ അകത്തേക്ക് യോജിപ്പിക്കും. നമ്മുടെ അതേ ക്രോഷ്യ ഹുക്ക് ഉപയോഗിച്ച് തന്നെ ഈ യാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുക. രണ്ടാമത്തെ യാണും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് ഇതിനെ നമ്മൾ ആദ്യം ഒരു മാജിക് ലൂപ്പ് ചെയ്തതിൻ്റെ ബാക്കിയാണ് അവിടെ അവശേഷിക്കുന്നുണ്ട്. അതും ഈ നമ്മളിപ്പോൾ ഇടുന്ന ഈ 2 യാണിൻ്റെ എൻഡും കൂടി നന്നായി കെട്ടി യോജിപ്പിക്കുക. ഇവ തമ്മിൽ കൂട്ടിക്കെട്ടാം. ഇത് നന്നായി കെട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇതിൽ 2 യാൺ നമുക്ക് മുറിച്ച് മാറ്റാം. ബാക്കി വരുന്ന ഒരു യാണിലേക്ക് നമുക്ക് ഈ ബെല്ലിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു മുത്തോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് തൂക്കിയിടാനായിട്ട് ആ യാൺ നമുക്ക് ഉപയോഗിക്കാം. ഇതിനി തിരിച്ചിട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒരു മുത്തൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് യോജിപ്പിക്കാം. പുതിയൊരു പാറ്റേണുമായി ഞാൻ ഉടനെ തന്നെ വീണ്ടും വരുന്നതാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.